നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന തല താഴ്ത്തിയിരിക്കുന്ന അഭിയെയും ഡേവിഡിനെയും ഒക്കെയാണ് എങ്ങനെ തലയുയർത്തി പിടിക്കാനായിട്ടാ അന്തസ്സോടും അഭിമാനത്തോടും കൂടിയിട്ടാണ് നയനയും അനിയങ്ങളുടെ ട്രോഫിയും പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ച. അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അഭിക്കൊക്കെ. ഇത്ര സമയം വലിയ വീരവാദം മുഴക്കിക്കൊണ്ടിരുന്ന ഒരു നിമിഷം കൊണ്ട് ആണ്ട കിടക്കുന്ന താഴേക്ക് എന്തേലും പറയാൻ പറ്റുമോ? തല കുനിച്ചിരുന്ന് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ യശസ് ഭാനോളം ഉയരുവാണ്. അതിന് കാരണക്കാരായതോ ആദർശും അനി നയന എല്ലാരും കൂടെയാണ്. അത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നവ്യ ഉള്ളിൽ ചിരിക്കുവാണ്. നവ്യ സർവ്വദേവങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാ താൻ ഇവിടേക്ക് വന്നേ. തനിക്ക് ഉറപ്പുണ്ടായിരുന്നു തന്റെ നയനയ്ക്ക് ഇത് കിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഇനി നയന വീട്ടിലേക്ക് വരണം. അതായിരുന്നു നവ്യയുടെ ആഗ്രഹം. അതുമാത്രമല്ല അനിയുടെയും നന്ദുവിന്റെ വിവാഹവും നടക്കണം. ആ വിവാഹം മുടങ്ങണം. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ നവ്യയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു താനും. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാരും കൂടെ പുറത്തേക്ക് വരുമ്പോഴത്തേനും അനി പതുക്കെ അബിയുടെ അടുത്തേക്ക് വന്നു. അത്ര സമയം വരെ ആ അനൗൺസ്മെന്റിന് മുമ്പ് വരെ വലിയ ആള് കളിച്ച് അബി അനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന നിന്റെ ചേട്ടൻ എന്താടാ വരാത്തെ, നാണം കെട്ട് ഇരിക്കുമായിരിക്കും, മിക്കവാറും എല്ലാരെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും വരാത്തേന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി പോയി. എന്ത് ചെയ്യാനാന്ന് പറ. എന്തേലും പറയാനും മിണ്ടാനും പറ്റാവുന്ന അവസ്ഥയിലായിരുന്നില്ല. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി എന്നിട്ട് അബിയോട് പറഞ്ഞു, ഇപ്പൊ എന്താടാ നിന്റെ വായിക്കാത്ത നാക്കില്ലേ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞത്. അപ്പോഴേക്ക് ഹബി പറഞ്ഞു, ഈ തവണ ജയിച്ചെന്നോർത്ത് എപ്പോഴും ജയിച്ചെന്ന് നീ വിചാരിക്കണ്ടാ. എടാ ഇപ്പോഴെന്നല്ല, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ വിജയമായിരിക്കും. വിഷുവിനും ഇതിനു മുമ്പൊക്കെ നീയൊക്കെ കള്ളക്കളി കാണിച്ച് കുറച്ച് നേടിയെടുത്തെന്ന് വിചാരിച്ച് ഇനി അങ്ങനെ ആയിരിക്കില്ല. ഹേൻ ജ്വല്ലറിക്കാരെ തകർക്കാനായിട്ടാണ് ഇനി ഞങ്ങളുടെ ശ്രമം. ഞങ്ങൾ നേർവഴിക്ക് തന്നെയാടാ പോയിക്കൊണ്ടിരിക്കണേ. നീ അത്ര വലിയ അഹങ്കരിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അനിയെ വീണ്ടും അബി വെല്ലുവിളിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ ഏറ്റുമുട്ടടാ. നിനക്ക് അതിനുള്ള ധൈര്യമില്ല. പിന്നെ നീ ഈ പറയുന്ന മാനേജറായിട്ട് ഏൻ ജ്വല്ലറിലേക്ക് എന്ന് കാലെടുത്ത് വെച്ചോ, അന്ന് തുടങ്ങിയത് ഏൻ ജ്വല്ലറിയുടെ കഷ്ടകാലം എന്ന് പറഞ്ഞു. നാണം കെട്ടാണ് പോകുന്നത്. അങ്ങനെ ആദർശം നയനയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം നന്ദു ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദുവും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നുണ്ട്. സന്തോഷമുള്ളൊരു കാര്യമല്ല നടന്നിരിക്കുന്നേ. അങ്ങനെ ട്രോഫിയൊക്കെ പിടിച്ചോണ്ട് നയനെ ഇറങ്ങുമ്പോഴത്തേനും നന്ദു ഓടി വന്ന് ട്രോഫിയൊക്കെ മേടിച്ച് നോക്കുന്നുണ്ട്. ആദർശം വന്നിട്ട് രണ്ടുപേർക്കും കണിഗ്രാസ് ഒക്കെ പറയുന്നുണ്ട്, അനിക്കും നയനയ്ക്കും. അനി പറഞ്ഞു, അതെ എനിക്ക് കണിഗ്രാസ് പറയേണ്ട കാര്യമില്ല, ഇത് നയനേടത്തിയുടെ കഴിവാണ്. നയനേടത്തി ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ ആദർശേട്ടൻ നയനേടത്തി ഇല്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്കിപ്പം ഈ വിജയമൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, MD കസാലിരിക്കുന്ന നീയല്ലേ, അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് നിനക്കുള്ളതാ. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട ആദർശേട്ടാ. എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ അനന്തപുരിയിലേക്ക് തിരികെ വരണം നയനേടത്തെയും കൂട്ടിക്കൊണ്ട്. എന്നിട്ട് മൂർത്തി ജ്വല്ലറിയുടെ ആ സ്ഥാനം കൂടെ ഏറ്റെടുക്കണം. അത് മാത്രം എനിക്കൊരു ആഗ്രഹമുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എടാ നീ കയറിയതിന് ശേഷം വെച്ചട് ഉയർച്ചയല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അനി സമ്മതിച്ചില്ല. ഈ സമയത്ത് നന്ദു പറഞ്ഞു, എന്താണെങ്കിലും ഈ വിജയം നമുക്കൊന്ന് ആഘോഷിക്കണമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അത് ശരിയാ, ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല, നമുക്ക് ആഘോഷിക്കുക തന്നെ വേണം. നന്ദുവിന്റെ മുഖത്തും ഭയങ്കര സന്തോഷമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അനി നന്ദുവിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദു പക്ഷെ അങ്ങനെ അനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. കാരണം താനിപ്പോ ഇവിടെ അനിയെ ശ്രദ്ധിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് നയനേടത്തിയും ആദർശേട്ടനും ഒക്കെ നന്നായിട്ട് നോക്കും, ശ്രദ്ധിക്കും. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് നന്ദു പിന്നെ അനിയെ മൈൻഡ് ചെയ്യാതിരുന്നേ. നന്ദുവിന്റെ ഉള്ളിൽ നല്ലൊരു പിടച്ചിലുണ്ട്. അനിയുടെ എൻഗേജ്മെന്റ് ആണ് വരാൻ പോകുന്നത്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അതിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമല്ലല്ലോ അത്. ഒരു നല്ല സന്തോഷ വാർത്ത കേൾക്കും, പിന്നെ അതിനകത്ത് സന്തോഷിക്കുകയും ചെയ്യണമല്ലോ. ഈ സമയത്ത് ജാനകി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് അജയന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ, എനിക്കറിയായിരുന്നു എന്റെ മോനല്ലേലും ഇപ്പൊ രാജയോഗം തന്നെയാ, അതുകൊണ്ടാണ് ഇപ്പൊ മൂർത്തി ജ്വല്ലറിക്ക് ഈ ബഹുമതിയൊക്കെ കിട്ടിയിരിക്കുന്നത്. അത് കേട്ടപ്പോ അജയൻ പറഞ്ഞു, അല്ലാതെ നയനയുടെ കഴിവ് കൊണ്ടല്ലല്ലേ എന്ന് ചോദിച്ചു. പിന്നെ നയനയുടെ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത് അനിയുടെ ക്രെഡിറ്റാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നീ അല്ലേലും അങ്ങനെ പറയത്തോളം അറിയാം. ആദർശം നയന ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നിന്റെ മോന് ഇപ്പൊ ഈ ക്രെഡിറ്റ് ഒന്നും തട്ടിയെടുക്കാൻ പറ്റില്ലായിരുന്നു. അത് നീ ഇനിയെങ്കിലും ഒന്ന് വിചാരിക്കാൻ പറഞ്ഞു.
പിന്നെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ, എത്രയും പെട്ടെന്ന് അവന്റെ കല്യാണം കൂടെ ഒന്ന് നടത്തണം, അതോടെ കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം പെടുത്തുള്ളൂ. അജയൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസം, അത് നീയായിട്ട് നശിപ്പിക്കില്ലെന്ന് പറഞ്ഞു ജാനകിയോട്. ജാനകി നിലത്തൊന്നും അല്ല നിൽക്കുന്നേ. ആ സമയം നാണം കെട്ട് തല കുനിച്ചാണ് നാഗേന്ദ്രന്റെ അടുത്തേക്ക് ഡേവിഡും അതുപോലെ അഭിയും കൂടെ ചെല്ലുന്നേ. നാഗേന്ദ്രന്റെ സമനില തെറ്റിയ മട്ടിലായിരുന്നു. ഇത്ര സമയം ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു അനൗൺസ്മെന്റ് വരുന്നോടം വരെ. പക്ഷേ എങ്കില് വിജയ് ആരാന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞോട് കൂടിയിട്ട് ബലൂണിന്റെ കാറ്റ് കുത്തിയായിട്ട അവസ്ഥയായിപ്പോയി നാഗേന്ദ്രന്. അവന്തിക അതുപോലെ തന്നെയായിരുന്നു. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവന്തിക്ക് ഒരു സമാധാനം, അനിയാണല്ലോ കമ്പനിയുടെ MD എന്നത് മാത്രമായിരുന്നു. പക്ഷെ നാഗേന്ദ്രൻ അത് സഹിക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അബി അതുപോലെ ഡേവിഡും കൂടെ എങ്ങോട്ട് വന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, വെറുതെ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോയിട്ട് വന്നില്ലേ, എന്ത് കാണാൻ അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, എന്നാലും ഇതുപോലൊരിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറേ എന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കണമായിരുന്നു, എപ്പോഴെവിടുന്ന് തിരിച്ചടി കിട്ടുമെന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അല്ലെങ്കിൽ തന്നെ ഇതേ നമ്മൾ എങ്ങനെയാലും ഇല്ലായ്മ ചെയ്യാനായിട്ട് അനന്തമൂർത്തി ഇറങ്ങിക്കഴിഞ്ഞു. ഈ പറയുന്ന ആദർശ് പുറത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദർശ് അന്വേഷിച്ചോണ്ടിരിക്കുക ഏൻ ജ്വല്ലറിക്ക് പിന്നിൽ ആരാ ഉള്ളേന്ന്. അവൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഏൻ ജ്വല്ലറിയുടെ നാശത്തിലേക്കോ അല്ലെങ്കിൽ ഏൻ ജ്വല്ലറിയുടെ തകർച്ചയിലേക്കോ വഴി തെളിക്കുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? മാളവിക വലിയ ഡിസൈനറാണ്, അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു പോയിട്ട് പുറം രാജ്യങ്ങളെ ഡിസൈനിങ് ഒക്കെ കൊണ്ട് അതെല്ലാം കാണിപ്പിച്ച് വരപ്പിച്ചല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ സംഭവിച്ചേ? അപ്പോഴേക്കും അഭി പറഞ്ഞു, ആ നയന അവൾ ഒന്നൊന്നര മുതലാ അവള് നിസ്സാരക്കാരിയൊന്നും അല്ല. ഇത് കേട്ടതും ഡേവിഡ് പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾ ആ സമയം വരെ വിചാരിച്ചോണ്ടിരുന്നേ നമുക്ക് കിട്ടുമെന്നാ വിചാരിച്ചോണ്ടിരുന്നേ. ദേ ഡേവിഡെ, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് വിധേന നമ്മള് ഇത് താർക്കാൻ വേണ്ടി ശ്രമിക്കണമായിരുന്നു. അവർക്ക് വിജയം കിട്ടുമെന്നെങ്കിലും എന്തേലും ഒരു ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് താർക്കാൻ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അത് ഏത് വിധേനയാണെങ്കിലും അവരവിടെ വരാതിരിക്കാൻ ശ്രമിക്കണമായിരുന്നു. അവിടെയായിരുന്നു നമ്മുടെ കഴിവ്, അല്ലാതെ വേറൊന്നും അല്ല. ഇത് പഠിക്കൊണ്ട കല ഉടയ്ക്കുന്ന പോലെ ഉടച്ചിട്ട് വന്നിട്ട് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത പറയണം. അബിയോട് പറഞ്ഞു, അല്ലെങ്കിൽ നീ മാനേജർ ആയതിനു ശേഷം എന്തെങ്കിലും ഒരു നല്ല കാര്യം കമ്പനി നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അബിക്ക് ഇതിൽ പരം ഒരു നാണക്കേട് വേറെ ഒട്ടില്ലാതാനും. ഈ സമയത്ത് അനി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ അനിയോട് പറഞ്ഞു, കൺഗ്രാസ്, എന്താണെങ്കിലും നല്ലൊരു വാർത്ത തന്നെ കിട്ടിയിരിക്കുന്നത്, ഇതിന്റെ ക്രെഡിറ്റ് നിനക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്കല്ലേ ഇതിന്റെ ക്രെഡിറ്റ്, നയനെടുത്തിക്കാന്ന് പറഞ്ഞു. അല്ല, നീയല്ലേ കമ്പനിയുടെ MD ഞാൻ ആയിക്കോട്ടെ. എടാ, നീ കമ്പനിയുടെ MD ആവുമ്പോൾ നിനക്ക് അതിന്റെ ക്രെഡിറ്റ്, അല്ലാതെ മറ്റൊരാൾക്കല്ലെന്ന് പറഞ്ഞു. എൻ്റെ മുത്തശ്ശ, ഈ അനൗൺസ്മെന്റ് മുഴങ്ങിയ ഉടനെ നയനടുത്ത് എൻ്റെ ഫോൺ തന്നായിരുന്നു. ഫോൺ തന്നിട്ട് പിന്നെ ഫോൺ തിരിച്ചു വാങ്ങുന്ന സമയത്ത് നയനടുത്ത് ആദ്യം ചെയ്ത എന്താണെന്നറിയോ? അതിനകത്ത് നിന്ന് കോൾ ലിസ്റ്റിൽ നിന്ന് ഒരു നമ്പർ എടുത്ത് വിളിച്ചു. അത് മുത്തശ്ശൻ്റെ നമ്പർ തന്നെയല്ലേ. ആദ്യം മുത്തശ്ശനെ വിളിക്കുന്നേ. അപ്പൊ നയനടുത്ത് മുത്തശ്ശനെ വിളിക്കാറുണ്ട്, കോൾ ലിസ്റ്റിൽ നിന്ന് എടുത്താ വിളിക്കുന്നേ. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, സത്യമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശനൊന്ന് പതറി. നയനടുത്തിയെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി, എന്നോട് കള്ളത്തരം പറയണ്ട. എന്നിട്ട് ഇപ്പൊ മുത്തശ്ശൻ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ എന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നിന്നോടിത് ആരായി കള്ളത്തരൊക്കെ പറഞ്ഞേ? എന്റെ കണ്ണും കൊണ്ട് ഞാൻ കണ്ടതാ. മുത്തശ്ശനെ വിളിക്കുന്നില്ലേ പിന്നെ എന്തിനാ നയനടുത്ത് കോൾ ലിസ്റ്റിൽ നിന്ന് എടുത്ത് വിളിക്കുന്നേ? അതിന്റെ ആവശ്യമില്ലോന്ന് പറഞ്ഞു. മുത്തശ്ശൻ ആകെപ്പാടെ ഉത്തരം മുട്ടി, എന്തേലും പറയാൻ പറ്റുമോ? അപ്പോഴേക്കും ദേവേനി അവർക്ക് അങ്ങോട്ട് വന്നു. എല്ലാരും വന്ന് അനിയെ കൺഗ്രാസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അനി പറഞ്ഞു, ഇതെന്റെ കഴിവല്ല, നയനടുത്തിന്റെ കഴിവാണ്. ഉറക്കളച്ചിരുന്ന് കഷ്ടപ്പെട്ട നയനടുത്തിയാണ്, അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, എന്ന് പറഞ്ഞാലും നീയല്ലേടാ കമ്പനിയുടെ MD, നീ കയറിയതിന് ശേഷമല്ലേ ഈ ഉയർച്ചയൊക്കെ ഉണ്ടായിരിക്കുന്നേ, അപ്പൊ ഇതിന്റെ വിജയം നിനക്ക് തന്നെയാന്ന് പറഞ്ഞു. ജാനകി അത് പറഞ്ഞു. പനി ദേഷ്യത്തോടെ ജാനകിയെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് നാണമുണ്ടോ അമ്മ ഇങ്ങനെ പറയാനായിട്ട്? നയനടുത്തി പ്രഗ്നന്റ് ആയിട്ട് ഉറക്കം പോലും ഇല്ലാതിരുന്ന ഓരോ ഡിസൈനിങ് ഒക്കെ വരച്ചത് ഞാൻ അവിടെ പോയി വെറുതെ ഇരുന്ന് കൊടുത്തത് മാത്രമേ ഉള്ളൂ, ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് എനിക്ക് ക്രെഡിറ്റ്, അമ്മയ്ക്ക് ഇത്രയെങ്കിലും നാണമുണ്ട് അമ്മ ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചു. ജാനകി അവിടെ ഇട്ട് വലിച്ചു കീറുന്നുണ്ട്. ജാനകിക്കാണെങ്കിൽ ദേഷ്യം വന്നു അനിയുടെ ഈ പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ. കാരണം ഫുൾ ക്രെഡിറ്റും അനിക്ക് കൊടുത്തിട്ട് തന്റെ മോനെ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഇരുത്തണം. ഒരു കാരണവശാലും ഇനിയിപ്പോ വേറൊരാൾ അവിടെ വരാൻ പാടില്ല. ആദർശ് വന്നാലും അതിന് തന്നെ അവിടെ കയറി ഇരിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവമാണ് ജാനകിക്ക്.
പക്ഷെ ദേവേനെ അന്ന് മൈൻഡ് പോലും ചെയ്തില്ല. ദേവേനിക്കറിയാം ജാനകിയുടെ സ്വഭാവം എന്താന്ന്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. എല്ലാവരും അനിയെ പ്രശംസിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ AN ജ്വല്ലറിക്കാർ വെറുതെ ഇരിക്കില്ലായിരിക്കും. ഇതിന്റെ പിന്നില് ഇനി ആരെങ്കിലും ഉണ്ടോ, തങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും ഇനിയിപ്പോ AN ജ്വല്ലറി കടന്നു കൂടിയിട്ടുണ്ടോ എന്നൊക്കെ അവര് ചകഞ്ഞ് പരിശോധിക്കാണ്ട് ശ്രമിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.